സംസ്ഥാനത്ത് വീണ്ടും ചികിത്സാ പിഴവ്. തിരുവനന്തപുരം നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ പ്രസവ ശസ്ത്രക്രിയയെ തുടർന്ന് വനവാസി യുവതിയുടെ നവജാത ശിശു മരിച്ചു. ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ബിന്ദു സുന്ദർ കൃത്യസമയത്ത് ശസ്ത്രക്രിയ നടത്താത്തതാണ് കുഞ്ഞ് മരിക്കാൻ കാരണമെന്ന് ബന്ധുക്കൾ ആരോപിച്ചു. ഡോക്ടറെ സസ്പെൻഡ് ചെയ്യാനാണ് തീരുമാനം. പ്രതിഷേധവുമായി BJPയും കോൺഗ്രസും രംഗത്തു വന്നിരുന്നു. നെടുമങ്ങാട് ആശുപത്രിയിൽ നിന്നും പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. പ്രശാന്ത്, തിരുവനന്തപുരം നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ പ്രസവ ശസ്ത്രക്രിയയെ തുടർന്ന് വനവാസി യുവതിയുടെ നവജാത ശിശു മരിക്കാനിടയായ സംഭവത്തിൽ വലിയ പ്രതിഷേധമാണല്ലോ ഉണ്ടായത്. BJPയുടെ ഭാഗത്തു നിന്നും അതിശക്തമായ പ്രതിഷേധവും ഉണ്ടായി. എന്തായാലും ഇപ്പോൾ നിലവിൽ ആരോപണ വിധേയയായ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ബിന്ദു സുന്ദറിനെതിരെ നടപടി സ്വീകരിക്കുമെന്നാണോ മനസ്സിലാക്കാൻ കഴിയുന്നത്? രോഹിണി, പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. BJP അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളെല്ലാം പ്രതിഷേധവുമായി ഇവിടെ നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് നടക്കുന്നത്. ഇന്ന് 2 മണിയോട് കൂടിയാണ് ഇത്തരത്തിൽ പ്രസവ ശസ്ത്രക്രിയയെ തുടർന്ന് നവജാത ശിശു മരിക്കുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നത്. ഡോക്ടറുടെ അനാസ്ഥയാണ് ഇത്തരത്തിൽ മരിക്കാൻ കാരണമെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. അതായത് കൃത്യസമയത്ത് പ്രസവ ശസ്ത്രക്രിയ നടത്തിയില്ല. അതാണ് ഇത്തരത്തിലുള്ളൊരു സാഹചര്യത്തിന് കാരണമായത്. അതിന് ഡോക്ടറുടെ ഭാഗത്തുനിന്നും വലിയ രീതിയിലുള്ള അപാകത വന്നിരിക്കുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അതാണ് ഇത്തരത്തിലൊരു നടപടിക്ക് കാരണമായത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ബന്ധുക്കളും ആരോപിക്കുന്നത്. ഇതിനെ തുടർന്നാണ് വലിയ രീതിയിൽ പ്രതിഷേധം സംഘടിപ്പിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായത്. വലിയ പ്രതിഷേധമാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഡോക്ടർക്കെതിരെ, ഇത്തരത്തിൽ ആരോപണ വിധേയമായ ഡോക്ടർക്കെതിരെ നടപടി സ്വീകരിക്കാതെ തങ്ങൾ പിന്നോട്ട് പോകില്ല എന്നാണ് ഇപ്പോൾ ഈ പ്രതിഷേധക്കാരും പറയുന്നത്. BJP നേതാവ് യുവരാജ് ഗോകുൽ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഇത് ആദ്യമല്ല ഈ ആശുപത്രിയിൽ ഇങ്ങനൊരു സംഭവം നടക്കുന്നത്, ഈ ഡോക്ടറുടെ ഭാഗത്തും ഇങ്ങനൊരു സംഭവം നടക്കുന്നത്. അപ്പോഴും ഡോക്ടറെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് സ്വീകരിച്ചത് കൊണ്ടല്ലേ വീണ്ടും ഇത്തരമൊരു സംഭവം ആവർത്തിക്കാൻ കാരണമാകുന്നത്? അത് ഈ ഡോക്ടറുടെ കുറിച്ചിട്ട് പറയുന്ന വളരെ നൊട്ടോറിയസ് ആയിട്ടുള്ളൊരു ഡോക്ടറാണ് ഇവർ 3000 രൂപ കൊടുത്തിട്ട് പോലും, നമ്മുടെ ഒരാൾ പോയിട്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ ഡെലിവറിയായിട്ട് ബന്ധപ്പെട്ടിട്ട് 3000 രൂപ കൈക്കൂലി കൊടുത്തപ്പോൾ 5000 രൂപ തികച്ച് കിട്ടിയാൽ മാത്രമേ ഡെലിവറി എടുക്കൂ എന്ന് പറഞ്ഞ ആളാണ് ഈ ഡോക്ടർ. ഇവർ ഈ വാങ്ങിക്കുന്നത് ഇപ്പോൾ ഏതാണ്ട് 100-160 ഡെലിവറി ഇവിടെ നടക്കുന്നുണ്ടായിട്ടാണ് അറിയുന്നത്. അതിൽ 10-60 എണ്ണം ഈ ഒരൊറ്റ ഡോക്ടറാണ് എടുക്കുന്നത്. 5000 രൂപ വെച്ച് നിങ്ങൾ കൂട്ടണം. ഈ 60 എണ്ണത്തിന് ഏതാണ്ട് 3 ലക്ഷം രൂപ. ഇതിൻ്റെ കമ്മീഷൻ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ കമ്മീഷൻ ഉത്തരവാദിത്തപ്പെട്ട പദവികളിലിരിക്കുന്ന സഖാക്കൾ വാങ്ങിക്കുകയാണ്. ആ വാങ്ങുന്നത് കൊണ്ടാണ് ഇവരെ ഇത്രയും കാലവും സംരക്ഷിച്ചുകൊണ്ട് പോകുന്നത്. തികച്ച് 2 ആഴ്ചയാകില്ലെന്ന് നമ്മൾ മറ്റൊരു വിഷയമായിട്ട് ഇതേപോലെ ഈ പ്രസവ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇവിടെ ഒരു സമരം നടത്തിയിട്ട് എല്ലാ തവണയും ഇത് ആവർത്തിച്ചുകൊണ്ടിരുന്നിട്ടും അതിനകത്ത് ശരി മനുഷ്യസാധ്യമായിട്ട് പ്രശ്നങ്ങളുണ്ടാവും. മനുഷ്യനാണ്, മാനുഷികമായിട്ടുള്ള പിഴവുകളുണ്ടാവും. പക്ഷേ ഒരേ പിഴവ് ഒരേ ആശുപത്രിയിൽ ആവർത്തിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അവിടെ സിസ്റ്റത്തിന് എന്തോ കുഴപ്പമുണ്ടെന്നാണ്. ആ സിസ്റ്റത്തിന് കുഴപ്പമുണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നില്ല. എന്തുകൊണ്ട് പരിഹരിക്കുന്നില്ല? കാരണം ഈ ഡോക്ടർമാർ വാങ്ങുന്ന കൈക്കൂലിയുടെ കമ്മീഷൻ ഈ പറയുന്ന സഖാക്കളായിട്ടുള്ള ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ വാങ്ങിക്കുകയാണ്. അതുകൊണ്ടാണ് നടപ്പിലാക്കാത്തത്. നിങ്ങൾ ഇപ്പം തന്നെ ഒന്ന് നോക്കി നോക്ക്. 6:30 മണി മുതൽ ഈ DMO ഇവിടെ വരും എന്ന് പറയുകയാണ്. മണി ഇപ്പം നമ്മൾ സംസാരിക്കുന്നത് 9:30 മണിയാണ്. 3 മണിക്കൂറായി. ഒരു ആദിവാസി കുട്ടി മരിച്ചതുകൊണ്ടാണോ ഈ സർക്കാർ ഇതിന് ഇത്രയും ലാഘവത്തോടു കൂടി എടുക്കേണ്ടതെന്ന് നമുക്കറിയണം. മരിച്ചു പോയത് ഒരു ആദിവാസി കുട്ടി ആയതുകൊണ്ടാണോ സർക്കാർ ഇത്രയും ലാഘവത്തോടുകൂടി എടുക്കേണ്ടതെന്ന് നമ്മൾ അറിയണം. നമുക്കറിയാലോ, പണ്ട് ബിനീഷ് കോടിയേരിയുടെ വീട്ടിൽ ഒരു ഡ്രഗ് കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു റെയ്ഡ് നടക്കുമ്പോൾ ബാലാവകാശ കമ്മീഷൻ അവിടെ പറഞ്ഞെത്തി. അതാണ് ഈ സർക്കാരിൻ്റെ ശുഷ്കാന്തിയായിരുന്നത്. ഇവിടെ ഒരു ആദിവാസി കുട്ടി മരിച്ചു പോയിട്ട് ഒരു ആദിവാസി കുടുംബത്തിന് ഇത്രയും വലിയ ഒരു ദുരന്തം അവരുടെ ജീവിതത്തിൽ നേരിട്ടിട്ട് ഇവിടെ DMO 6:30 മണിക്ക് വരുമെന്ന് പറഞ്ഞ DMO 9:30 മണിയായിട്ട് വരുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഇവരാർക്ക് വേണ്ടിയാണ് ഭരിക്കുന്നത്? ഇവർ വലിയ ഇടതുപക്ഷ രാഷ്ട്രീയം പറയുന്ന ആൾക്കാരാണ്. MLA തിരിഞ്ഞു നോക്കിയോ? ഇത്രയും നേരമായിട്ട് MLA ഒന്നും തിരിഞ്ഞു നോക്കിയിട്ടില്ല. മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ തിരിഞ്ഞു നോക്കിയോ? തിരിഞ്ഞു നോക്കിയില്ല. ഉത്തരവാദിത്തപ്പെട്ട DMO വരുമെന്ന് പറഞ്ഞിട്ട് 3-4 മണിക്കൂറായി. എവിടെ? അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത് അതൊരു ആദിവാസി കുട്ടി ആയതുകൊണ്ട് ആ കുട്ടിയോട് ഈ പിണറായി വിജയൻ ഭരിക്കുന്ന സർക്കാർ കാണിച്ചുകൊണ്ടിരിക്കുന്ന സമീപനമാണ് ജനങ്ങൾ മനസ്സിലാക്കേണ്ടുന്നത്. ഒരു ആദിവാസി കുട്ടി ആയതുകൊണ്ട് മാത്രമാണ് പിണറായി വിജയന്റെ സർക്കാർ ഈ സമീപനം ആ കുട്ടിയോടും ആ കുടുംബത്തോടും കാണിക്കുന്നത്. അടുത്ത മാസമാണ് ഡേറ്റ് നിശ്ചയിച്ചെന്നാണ് പറയുന്നത്. ചെക്കപ്പിന് വന്നതാണ് ഈ 2 ദമ്പതികൾ. അവരെയാണ് അഡ്മിറ്റ് ചെയ്തിട്ടും ചികിത്സ നൽകുന്നതടക്കം വൈകി. അതോടൊപ്പം തന്നെ ബന്ധുക്കളോടൊപ്പം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോലും തയ്യാറായില്ല എന്നതടക്കമുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഈ ബന്ധുക്കൾ പറയുന്നത്. തീർച്ചയായിട്ടും
ഇതിനകത്ത് എന്താണ് സംഭവിച്ചത് നമ്മൾ മനസ്സിലാക്കുന്നത്. അവരിവിടെ ട്രീറ്റ്മെൻറ്റിന് സാധാരണ പോലെ സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഡേറ്റ് അടുത്ത മാസമായിരുന്നു. വന്നപ്പോൾ ഫ്ലൂയിഡ് പോകുന്ന നമ്മൾ മനസ്സിലാക്കുന്ന വിഷയമാണ്. ഫ്ലൂയിഡ് പോകുന്ന സംഭവം ഉണ്ടായിട്ടുണ്ടാകും. അപ്പോൾ ഫ്ലൂയിഡ് പോയി കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്? ഉടനടി ശസ്ത്രക്രിയ നടത്തണം. പക്ഷേ ആ ഡോക്ടർക്ക് ഇവർ നേരിട്ട് കണ്ട് കൈമടക്ക് കൊടുത്തിട്ടില്ലാത്തത് കൊണ്ട് ആ ഡോക്ടർ എന്ത് ചെയ്തു? ആ ശസ്ത്രക്രിയ വൈകിപ്പിച്ചു. സിസേറിയൻ ചെയ്യുന്നത് വൈകിപ്പിച്ചു. വളരെ വൈകി മാത്രം ശസ്ത്രക്രിയ നടക്കുന്ന സാഹചര്യം ഉണ്ടായി. നമുക്കറിയാമല്ലോ എന്ത് സംഭവിക്കുമെന്ന്. കാരണം വയറ്റിൽ കിടക്കുന്ന കുട്ടിയാണ്. ഫ്ലൂയിഡ് ഇല്ലാന്നുണ്ടെങ്കിൽ അതിന് ശ്വസിക്കാൻ സാധിക്കണമെന്നില്ല. സ്വാഭാവികമായിട്ടത് ശ്വാസം കിട്ടാതെ വയറ്റിൽ കിടന്ന് അമ്മയുടെ വയറ്റിൽ കിടന്ന് പിടഞ്ഞ് മരിച്ചു പോയിട്ടുണ്ടാവും. ഇതാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. ഇത്രയും വലിയ അനാസ്ഥയാണ്. ഈ അനാസ്ഥ സംഭവിച്ചത് കൈക്കൂലി കിട്ടാത്തത് കൊണ്ടാണ്. ഡോക്ടർക്കെതിരെ നടപടിയെടുക്കുന്നവരെ പ്രതിഷേധമുണ്ടാകും. ഡോക്ടർക്കെതിരെ ഈ ഡോക്ടറിന് നെടുമങ്ങാട് ആവശ്യമില്ല. ഈ ഡോക്ടറിന് ഇനി നെടുമങ്ങാട് ആവശ്യമില്ല. കേരളത്തിൽ മറ്റേതെങ്കിലും ഭാഗത്തിന് ആവശ്യമുണ്ടോ എന്നുള്ള കാര്യം മെഡിക്കൽ ബോർഡും അവിടുത്തെ ആരോഗ്യ വകുപ്പും ചേർന്ന് തീരുമാനിക്കട്ടെ. പക്ഷേ ഞാൻ പറയുന്നത്, ഇത്രയും നേരമായിട്ടും ഈ DMO ഇവിടെ വരുന്നില്ല എന്നുണ്ടെങ്കിൽ അവർ ഈ വിഷയത്തിനെ കാണുന്ന അത്രമേൽ ലാഘവത്തോടു കൂടിയാണ്. ആ ലാഘവത്തോടു കൂടി കാണുന്നത് ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ അതൊരു ആദിവാസി കുടുംബം ആയതുകൊണ്ടാണ്. രോഹിണി, മാധ്യമങ്ങളിൽ വാർത്ത വരുന്നത് 6:30 മണിയോട് കൂടിയാണ്. പ്രതിഷേധം ആ സമയം മുതൽ ഈ നെടുമങ്ങാട് ആശുപത്രിക്ക് മുന്നിലുണ്ട്. എന്നാൽ DMO അടക്കമുള്ളവർ ഇവിടേക്ക് എത്തുന്നില്ല, എത്താൻ വൈകി എന്നതടക്കമുള്ള കാര്യങ്ങളാണ്, അതിലുള്ള ആരോപണമാണ് BJP നേതാവ് യുവരാജ് ഗോകുൽ പറയുന്നത്. മാത്രമല്ല, മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ചികിത്സയുമായി ബന്ധപ്പെട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഒന്നും ഡോക്ടറുടെ ഭാഗത്ത് നടന്നിട്ടില്ല. ഡോക്ടർ ആരോപണ വിധേയായ ഡോക്ടറാണ്. നേരത്തെയും ഇത്തരത്തിൽ ബിന്ദു സുന്ദർ എന്ന ഡോക്ടർ നേരത്തെയും പലതവണ ഡോക്ടറുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ നിരവധി രോഗികൾക്ക് ഉണ്ടായിട്ടുണ്ട്. പ്രസവ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വലിയ രീതിയിൽ കൈക്കൂലികൾ അടക്കം മേടിക്കുന്ന ഒരു ഡോക്ടറാണ് എന്നതടക്കമുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളുമാണ് ഇപ്പോൾ യുവരാജ് ഗോകുൽ പങ്കുവച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിൽ ഈ ഒരു ഡോക്ടറുടെ ഒരു കടുത്ത അനാസ്ഥയാണ് ഇത്തരത്തിൽ രോഗി മരിക്കുവാനുള്ള ഒരു നവജാത ശിശു മരിക്കുവാനുള്ള കാരണം ആയതെന്നാണ് ഇപ്പോൾ ബന്ധുക്കളടക്കം പറയുകയും ചെയ്യുന്നത്. അതായത് ഇത്തരത്തിൽ ഫ്ലൂയിഡ് അടക്കം പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടും കൃത്യമായ രീതിയിൽ സമയം അനുസരിച്ച്, അതായത് ശാരീരിക അവസ്ഥകൾ അനുസരിച്ച് ഓപ്പറേഷൻ നടത്താൻ തയ്യാറായില്ല. അത് ആണ് ഇത്തരത്തിൽ ക്രിട്ടിക്കലായി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. മാത്രമല്ല, ഇത് ഈ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റിയതിനു ശേഷവും ലേബർ റൂമിൽ കയറ്റിയതിനു ശേഷവും ശാരീരിക അവസ്ഥകൾ എങ്ങനെയാണ് എന്ന കാര്യത്തിൽ ബന്ധുക്കളുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ഡോക്ടറുടെ ഭാഗത്തുനിന്ന് നടന്നില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ ബന്ധുക്കളും പറയുന്നു. എന്തായാലും ഒരു വനവാസി യുവതിയാണ് ഇത്തരത്തിൽ, വനവാസി യുവതിയുടെ കുട്ടിയാണ് എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് ഇപ്പോഴും BJPയുടെ ഭാഗത്തു നിന്നുള്ള പ്രതിഷേധം തുടരുകയാണ്. നെടുമങ്ങാട് ആശുപത്രിയിൽ ഈ ഡോക്ടറെ ഇനി ആവശ്യമില്ല എന്ന് തന്നെയാണ് BJP നേതാക്കൾ പറയുന്നത്. പ്രശാന്ത് ശങ്കരമംഗലത്താണ് വിവരങ്ങൾ നൽകിയത്.